ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് നിന്ന് ആദ്യ എം.പിയെ സമ്മാനിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മണ്ഡലം ബജറ്റിൽ പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷ തെറ്റിയിരിക്കുകയാണ്. സുരേഷ് ഗോപി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ ചിലതെങ്കിലും പ്രഖ്യാപിച്ചേക്കും എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ഒന്നും നടന്നില്ല എന്നതാണ് സത്യം. സുരേഷ് ഗോപിക്കെതിരെയും വ്യാപക പ്രതിഷേധങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്. തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയായിരുന്നു ഇതിൽ പ്രധാനം. പ്രസാദം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, കൂടൽമാണിക്യം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, വടക്കുംനാഥ ക്ഷേത്രം എന്നിവയ്ക്ക് സഹായം ലഭ്യമാകുമെന്നും പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ നവീകരണ പദ്ധതികൾക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡ് 100 കോടിയുടെ സഹായത്തിന് നിവേദനവും നൽകിയിട്ടുണ്ടായിരുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് സഹായകരമായ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്ന മലയോര ജനതയുടെ പ്രതീക്ഷയും വെറുതെ ആവുകയായിരുന്നു. ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ, ഗുരുവായൂർ തീർത്ഥാടക സ്റ്റേഷൻ പ്രഖ്യാപനം, മുസീരിസ് പൈതൃക പദ്ധതിക്ക് സഹായം തുടങ്ങിയവയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഒന്നും തന്നെ കിട്ടിയില്ല. കേന്ദ്ര പൊതു ബജറ്റ് അവഗണനയുടെ രാഷ്ട്രീയ രേഖയായി മാറിയെന്നും ഇത് അങ്ങേയറ്റം നിരാശാജനകവും ദൗർഭാഗ്യകരവുമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിരിക്കുകയാണ്. പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിപ്പിക്കുന്നതും വികസനത്തെ മുരടിപ്പിക്കുന്നതും സംസ്ഥാന താല്പര്യങ്ങളെ നിഷേധിക്കുന്നതിലൂടെ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ ലംഘിക്കുന്നതുമാണ് കേന്ദ്ര ബജറ്റിലെ സമീപനമെന്ന് അദ്ദേഹം വിമർശിക്കുകയാണ്. ബജറ്റ് സാമ്പത്തിക രേഖയാണ് ആവേണ്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് എവിടെ എന്ന് നോക്കി അവിടെ കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ സമീപനമാണ് ബജറ്റിൽ കണ്ടത്. സമതുലിതമായ വികസനം എന്ന സങ്കല്പത്തെ തന്നെ ഇത് അട്ടിമറിക്കുന്നതാണ്. OBC, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കോ കർഷക തൊഴിലാളി മേഖലകൾക്കോ ന്യായമായി അവകാശപ്പെട്ടതൊന്നും തന്നെ ലഭിക്കുന്നില്ല. കാർഷിക വ്യവസായ രംഗങ്ങൾക്ക് വേണ്ട തോതിലുള്ള പരിഗണനകളില്ല എന്ന് മാത്രമല്ല, കാർഷിക മേഖലയിലെ നാനാതരം സബ്സിഡികൾ വെട്ടിക്കുറച്ചു. തൊഴിലുറപ്പ് പദ്ധതി പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ആശ്വാസകരമായിരുന്നു. അതിനുപോലും അർഹമായ വിഹിതം ബജറ്റ് നീക്കിവെക്കുന്നില്ല. സമാനതകളില്ലാത്ത ദുരന്തം നേരിട്ട വയനാടിന്റെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബജറ്റിൽ ഒന്നും തന്നെ വയനാടിനെ അനുവദിച്ചില്ല. കേരളം 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. വിഴിഞ്ഞത്തിന് അതിന്റെ ദേശീയ പ്രാധാന്യം കൂടി അംഗീകരിക്കും വിധമുള്ള പരിഗണന വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവയൊന്നും ബജറ്റ് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, വൻകിട പദ്ധതികൾ ഒന്നും തന്നെയുമില്ല. എയിംസ്, റെയിൽവേ കോച്ച് നിർമ്മാണശാല തുടങ്ങിയ കേരളത്തിന്റെ നിരന്തരമായ ആവശ്യങ്ങളൊക്കെ തന്നെ ഈ ബജറ്റിലും നിരാകരിക്കുകയായിരുന്നു. 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുമ്പോൾ ഏതാണ്ട് 40,000 കോടി പോലും കേരളത്തിന് ലഭിക്കാത്ത നിലയാണ് ഇപ്പോൾ ഉള്ളത്. വിദ്യാഭ്യാസ രംഗത്തിലടക്കം കേരളം നേടിയ പുരോഗതി മുൻനിർത്തി കേരളത്തെ ശിക്ഷിക്കുകയാണ്. പുരോഗതി കൈവരിച്ചതല്ലേ, അതുകൊണ്ട് ആ മേഖലയ്ക്കില്ല. എന്നാൽ പുരോഗതി കൈവരിക്കേണ്ട മേഖലയ്ക്കുണ്ടോ? അതുമില്ല. വായ്പാ പരിധിയുടെ കാര്യത്തിൽ അടക്കം കേരളം മുമ്പോട്ട് വെച്ച ആവശ്യങ്ങളെ അംഗീകരിച്ചിട്ടില്ല. കാർഷികോൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താങ്ങുവിലയില്ല. റബ്ബർ, നെല്ല്, നാളികേര കൃഷികൾക്ക് പരിഗണനയില്ല. അവയ്ക്കായി സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരവുമില്ല. റബ്ബർ ഇറക്കുമതി നിയന്ത്രിക്കുകയുമില്ല. ഇതൊക്കെയാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്.